ക്ലിനിക്കിൽ കുറച്ച് ദിവസം മുന്നേ ഒരു പേഷ്യന്റ് വന്നിരുന്നു. അപ്പൊ അവരോട് സംസാരിച്ചപ്പോൾ അവരുടെ കംപ്ലൈന്റ് എന്താന്ന് വെച്ചാല് അവരുടെ കുഞ്ഞിന് ഏകദേശം ഒരു 2-2.5 വയസ്സായ കുഞ്ഞിന് ഒരു 1.5 മാസം മുമ്പ് ഭയങ്കരമായിട്ടുള്ള വിരശല്യം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ അടുത്തുള്ള ഒരു ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്തു. അവർ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്തു, മെഡിസിൻ എടുക്കുകയും ചെയ്തു. ആഫ്റ്റർ 1 വീക്ക് കുഞ്ഞിന് നന്നായിട്ട് നല്ല ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തിരുന്നു. അങ്ങനെ ഒരു 20 ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് ഇതേ സെയിം അവസ്ഥ, മലം പോകുന്ന ഭാഗത്ത് അസഹനീയമായിട്ടുള്ള ചൊറിച്ചിലും അതുപോലെ തന്നെ മലത്തില് വിരനൊക്കെ കാണാൻ തുടങ്ങി. അങ്ങനെ ഇവർക്ക് വീണ്ടും മെഡിസിൻ കൊടുക്കാൻ പേടിയായി. കാരണം എന്താ വെച്ചാൽ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ആ കോഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ 6 മാസം കഴിഞ്ഞിട്ട് അടുത്ത മെഡിസിൻ എടുക്കാവൂ എന്ന്. അപ്പോൾ അലോപ്പതി മെഡിസിൻ ആയതുകൊണ്ട് ഇവർക്ക് വീണ്ടും ഈ ഡോസ് കൊടുക്കാൻ പേടിയായി. അങ്ങനെയാണ് നമ്മുടെ ക്ലിനിക്കിൽ വന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ, അതായത് വിരശല്യം ഉണ്ടായിട്ട് നമ്മൾ മെഡിസിൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. ഞാൻ ഡോക്ടർ സാഹിറ, ഹയ്യ ഹോമിയോപ്പതി ക്ലിനിക്, പുത്തനത്താണി. ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല് കുഞ്ഞുങ്ങളെ എന്നല്ല, മുതിർന്നവരും എപ്പോഴൊക്കെ ടോയ്ലറ്റ് യൂസ് ചെയ്തു അപ്പോഴൊക്കെ നമ്മൾ മാക്സിമം ഹാൻഡ് വാഷ് ഇട്ടിട്ട് കൈ കഴുകാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് കൈ കഴുകുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകി കൊടുക്കുന്നത് നല്ലതാണ്. കാരണം എന്താന്ന് വെച്ചാല് കുഞ്ഞുങ്ങൾക്ക് ചൊറിയുന്ന സമയത്ത് അവർ ഈ കൈ കൊണ്ട് ചൊറിഞ്ഞിട്ട് അതേ കൈ ചിലപ്പോൾ വായിൽ വെക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം എടുത്ത് കഴിക്കുക, വേറെ എന്തെങ്കിലും സാധനത്തിൽ തൊടുക, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോ ഈ കുഞ്ഞുങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകി കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത്, അതായത് മലിനമായിട്ടുള്ള മണ്ണിലോ അങ്ങനെ എന്തെങ്കിലും മലിനമായിട്ടുള്ള വാട്ടറിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ചപ്പലിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൂടുതലായിട്ടും നമ്മൾ ചൂടുവെള്ളം കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ്. പിന്നെ നമ്മൾ അവരുടെ ഇന്നർവെയർ കോട്ടന്റെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അത് കഴുകി വൃത്തിയാക്കുന്ന സമയത്ത് ചൂടുവെള്ളത്തിലിട്ട് നല്ലോണം കഴുകിയിട്ട് വെയിലത്ത് ഉണക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ വല്ല പെറ്റായിട്ട് ഡോഗോ കാറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ക്ലോസ് കോണ്ടാക്ട് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇവരെ ഡീവേം ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വീട്ടിലെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ വിരശല്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ക്ലോസ് കോണ്ടാക്ട് ഒഴിവാക്കുക എന്നതാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വിരശല്യത്തിന് മെഡിസിൻ എടുക്കുന്നുണ്ട് എങ്കിൽ ബാക്കിയുള്ള മെമ്പേഴ്സും മാക്സിമം എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാക്സിമം നമുക്ക് ഈ വിരശല്യത്തെ പെട്ടെന്ന് മാറ്റാൻ കഴിയും.